ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബിരിയാണി കഥയിലേക്കാണ് കേട്ടോ. നമ്മുടെ കഥയിലെ ഇന്നത്തെ താരങ്ങള് നമ്മുടെ ചേച്ചിയുടെ നമ്മൾ പാലക്കാട് ഫെസ്റ്റിവൽ കണ്ട ആളാണ്. ദേ നിൽക്കുന്നു നമ്മുടെ മണിക്കുട്ടി, പിന്നെ ദേ കണ്ണൻകുട്ടനുണ്ട്, പിന്നെ നമ്മുടെ സ്ഥിരം താരം തന്നെ സന്തോഷേട്ടൻ. ദേ നെയ്യും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. ബാലവേല കുറ്റാർഹം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള ബിരിയാണി കഥയെ ഇന്നിത് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ച്. അപ്പൊ നമുക്ക് ബാക്കി കാണാവേ. ഓക്കെ, നമ്മുടെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല. നമ്മളൊരു ദിവസം എല്ലാവരും കൂടിയപ്പോൾ ഒരു ബിരിയാണി വെച്ചതാണ്. അതിൻ്റെ ഒരു മെമ്മറി നമ്മൾ നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യുന്നു. കുട്ടികൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇന്ന് വളരെയധികം എന്താ പറയുക കളറായി എന്ന് പറയാം. ഇപ്പോൾ ഇതേ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എല്ലാം നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒപ്പം ഒരു വെജിറ്റബിൾ മസാലയും ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ചെനക്കത്തൂർ പൂരത്തിൻ്റെ തലേ ദിവസമാണ് കുട്ടികളെല്ലാം വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. പുറത്ത് അടുപ്പ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ അത്യാവശ്യം വെള്ളമെല്ലാം തിളച്ചപ്പോൾ ഉപ്പെല്ലാം ഇട്ട് അവിടെ വെക്കുന്നുണ്ട്. കുട്ടികളെല്ലാം സൈഡായിട്ടുണ്ട് കേട്ടോ. വെയിൽ നല്ല ചൂടായത് കാരണം കൊണ്ട് തന്നെ പുറത്ത് കുക്ക് ചെയ്യൽ കുറച്ച് റിസ്ക് ആയിരുന്നു. എന്നാലും എല്ലാവരും കൂടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് പുറത്ത് അടുപ്പിൽ വെക്കുന്നുണ്ട്. ഒപ്പം അകത്ത് മസാലയ്ക്കുള്ള പരിപാടി നോക്കാം. ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെജിറ്റബിൾ മസാലയാണ് കേട്ടോ. അതിന് സിമ്പിൾ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ സവോള എല്ലാം വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. സാധാ നമ്മുടെ മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അങ്ങനെയുള്ള മസാലകളെല്ലാം ചേർത്ത് ഒരു സിമ്പിൾ വെജിറ്റബിൾ മസാലയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കുക്കിംഗ് എല്ലാം സന്തോഷേട്ടനായിരുന്നു. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി അത്യാവശ്യം സെറ്റായപ്പോൾ നമ്മളതിലേക്ക് ബാക്കി വെജിറ്റബിൾസ്, പൊട്ടറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കാവാനായിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അരി ഇടാനുള്ള വെള്ളമെല്ലാം തിളച്ചു. അപ്പം നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറിക്കുള്ള ചിക്കൻ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് കുറച്ച് പീസ് മാറ്റി വയ്ക്കുന്നുണ്ട്. കൂടുതലാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാറ്റി വെച്ച് ബാക്കി ഇതേ കുക്കറിൽ ചിക്കൻ ആദ്യം വേവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് സ്പൈസസും പിന്നെ തക്കാളിയും പച്ചമുളക്, കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വേവാനായിട്ട് വെക്കുകയാണ് ആദ്യം. നമ്മൾ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എരിവ് കുറയ്ക്കാനായിട്ട് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം കാശ്മീരി മുളകാണ്. ഒപ്പം കുറച്ച് എരിവ് ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് എരിവ് പറ്റാത്തത് കൊണ്ട് തന്നെ മാക്സിമം എരിവ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെല്ലാം. നന്നായിട്ട് മസാല എല്ലാം ചിക്കനിലേക്ക് ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കുക്കറിൽ ഇതുപോലെ വേവിക്കാൻ വെക്കാം. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ റൈസ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കാഷ്യൂനട്ടും കിഷ്മിഷും എല്ലാം നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. ഒപ്പം സവോളയും. ദേ നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെന്ത് വിസിൽ വന്നു തുടങ്ങി.
നമ്മളിവിടെ റൈസ് ദമ്മിടുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ മസാലയും റൈസും കൂടി ദമ്മിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്തു. ഇനി അതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതും സാധാ നമ്മുടെ നോർമൽ മസാലയാണ്, സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. സവാളയൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒപ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മഞ്ഞൾ, മുളക്, മല്ലി അങ്ങനെയുള്ള എല്ലാ മസാലകളും ചേർത്ത് നമ്മുടെ സ്ഥിരം ഗ്രേവി തന്നെയാണ്. അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്നത് ഇളക്കി കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും മസാല എല്ലാം സെറ്റായിട്ടുണ്ട്, ഗ്രേവി സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് വിസിലെല്ലാം പ്രഷറെല്ലാം വിട്ട് നന്നായി വെന്തിരിക്കുന്നുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാല ചിക്കനിലേക്ക് നന്നായി പുരട്ടിയെടുക്കാം. ഇതിൽ വെള്ളം കുറച്ച് കൂടുതലുണ്ട്, നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസ് അപ്പുറത്ത് കുക്കറിൽ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് എല്ലാം ഇവിടെ കറക്റ്റ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനകത്ത് മസാല ചേർത്തിട്ടുണ്ടായിരുന്നു, അത് നന്നായി മിക്സ് ചെയ്യാം. ഡ്രൈ ലെമൺ ആദ്യം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ പ്രിപ്പറേഷൻ്റെ ടേസ്റ്റ് എങ്ങനെയുള്ളതെന്ന് നോക്കാൻ നമ്മുടെ കുട്ടീസാണ്. നമ്മൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൊടുക്കുന്നുണ്ട് അതിൽ, അത് നന്നായി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കുട്ടീസിന് കൊടുക്കാം. മണിക്കുട്ടി നല്ല അടിപൊളി എക്സ്പ്രഷനൊക്കെ ഇട്ട് തരുന്നുണ്ട്. കണ്ണാൻ പിന്നെ ഡയലോഗ് ഒന്നുമില്ല, എക്സ്പ്രഷൻ മാത്രമായിരുന്നു. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.